നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. CPIയിൽ ഏറെക്കാലമായി പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു നേതാവാണ് മുൻ മന്ത്രി കൂടിയായ VS സുനിൽകുമാർ. കാനം രാജേന്ദ്രൻ, KE ഇസ്മായിൽ പോരിൻ്റെ കാലത്ത് സുനിൽകുമാർ ഇസ്മായിൽ ഗ്രൂപ്പുകാരനായിരുന്നു. അന്നു മുതൽ സുനിൽകുമാർ ഒതുക്കപ്പെട്ടുകൊണ്ടിരുന്നു. തൃശ്ശൂർ ജില്ലയിലെ CPIയിൽ ഏറെ ജനപിന്തുണയുള്ള സുനിൽകുമാർ ആയിരുന്നു കാനത്തിന് പിടികൊടുക്കാതെ തൃശ്ശൂരിനെ ഇസ്മായിൽ പക്ഷത്ത് പിടിച്ചു നിർത്തിയത്. ഇത് കാനം വിഭാഗക്കാരുടെ ശത്രുതയ്ക്ക് ഇടയാക്കി. കാനം പക്ഷം പാർട്ടി പൂർണ്ണമായി പിടിച്ചടക്കിയ നാൾ മുതൽ സുനിൽകുമാറിനെ ഒതുക്കിക്കൊണ്ടിരുന്നു. അതാണ് ടേം വ്യവസ്ഥയുടെ പേര് പറഞ്ഞ് സുനിൽകുമാറിന് കഴിഞ്ഞ തവണ സീറ്റ് നൽകാതിരുന്നതിനുള്ള കാരണം. തുടർന്ന് കാനം മരിച്ചു കഴിഞ്ഞപ്പോൾ പ്രകാശ് ബാബുവിനെ സെക്രട്ടറി ആക്കണമെന്ന ചിന്താഗതിക്കാരുടെ കൂടെയായിരുന്നു സുനിലും. കാരണവന്മാരുടെ ഒസ്യത്ത് പോലെ കാനം എഴുതിയ കുറിപ്പിന്റെ ബലത്തിൽ ബിനോയ് വിശ്വം സെക്രട്ടറി ആകുന്നതിനെ എതിർത്തവരുടെ കൂട്ടത്തിലെ പ്രമുഖനായിരുന്നു ഈ നേതാവ്. അന്നു മുതൽ ബിനോയ് വിശ്വത്തിൻ്റെയും നോട്ടപ്പുള്ളിയായി സുനിൽകുമാർ. തുടർന്ന് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ എല്ലാ യോഗ്യതയും ഉണ്ടായിട്ടും സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നും എക്സിക്യൂട്ടീവിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് ഇതിൻ്റെ പേരിലായിരുന്നെന്ന് അന്നേ ആരോപണമുണ്ടായിരുന്നു. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ CPIക്ക് പ്രതീക്ഷയുണ്ടായിരുന്ന ഏക സീറ്റ് തൃശ്ശൂരായിരുന്നു. സുരേഷ് ഗോപി ഏറെ മുമ്പേ പ്രവർത്തനം ആരംഭിച്ചിരുന്ന തൃശ്ശൂർ പിടിക്കാൻ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വേണമെന്നേ നേതൃത്വത്തിൻ്റെ കണ്ടെത്തലിനെ തുടർന്ന് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഒന്നടങ്കം നിർദ്ദേശ പേര് സുനിൽകുമാറിൻ്റെതായിരുന്നു. CPMഉം BJPയും തമ്മിലുണ്ടാക്കിയ രഹസ്യ ബാന്ധവമാണ് തൃശ്ശൂരിൽ തന്നെ പരാജയപ്പെടുത്തിയതെന്ന് ഇദ്ദേഹം ഇന്നും വിശ്വസിക്കുന്നു. സുനിൽകുമാർ ഇത് പലതവണ പറയാതെ പറഞ്ഞിട്ടുമുണ്ട്. തെളിവുകൾ നിരത്താനും അദ്ദേഹം തയ്യാറായി. തൃശ്ശൂർ പൂരം കലക്കാൻ BJPയോടൊപ്പം ചേർന്ന് പോലീസും കളക്ടറും ചേർന്ന് നടത്തിയ നാടകങ്ങളെപ്പറ്റിയുള്ള അന്വേഷണ റിപ്പോർട്ട് ഇന്നും വെളിച്ചം കാണാതിരിക്കുകയും കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കാതിരിക്കുകയും ചെയ്തതിൽ സുനിൽകുമാർ ഇന്നും ക്ഷുഭിതനാണ്. CPM വിധേയത്വത്തിൻ്റെ പേരിൽ ഈ വിഷയം ഇനിയും ചർച്ച ചെയ്യേണ്ടെന്ന് ബിനോയ് വിശ്വം കഴിഞ്ഞ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിർദ്ദേശിച്ചത് ബഹളം സൃഷ്ടിച്ചു. ഇതിൻ്റെ പേരിൽ സുനിൽകുമാറും മന്ത്രി രാജനും തമ്മിൽ എക്സിക്യൂട്ടീവിൽ ഏറ്റുമുട്ടലുമുണ്ടായി. പൂരം കലക്കൽ സംഭവത്തിൽ അന്നത്തെ ജില്ലാ കളക്ടർ കൃഷ്ണ തേജയെ പ്രതിപ്പട്ടികയിൽ ചേർക്കുകയായിരുന്നു സുനിൽകുമാർ ചെയ്തത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആന്ധ്ര ഉപമുഖ്യമന്ത്രിയുടെ സ്റ്റാഫായി ഡെപ്യൂട്ടേഷനിൽ കൃഷ്ണതേജ പോയതുപോലും ഗൂഢാലോചനയായിരുന്നെന്നാണ് സുനിൽകുമാറിൻ്റെ ആരോപണം. കളക്ടറെ നിയന്ത്രിക്കുന്ന റവന്യൂ വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ആരോപണമായിരുന്നു ഇത് റവന്യൂ മന്ത്രി രാജനെ ചൊടിപ്പിച്ചു. പൂരം കലക്കലിൽ പോലീസ് റിപ്പോർട്ട് തന്നെ സാങ്കല്പികമാണെന്ന് പറഞ്ഞായിരുന്നു മന്ത്രി K രാജന്റെ പ്രതിരോധം. പൂരം കലക്കൽ സംബന്ധിച്ച് ഇല്ലാത്ത റിപ്പോർട്ടിലുള്ള ചർച്ചയാണിപ്പോൾ നടക്കുന്നതെന്നും ഇല്ലാത്ത ചുമരിൽ ചിത്രമെഴുതാൻ തന്നെ കിട്ടില്ലെന്നും പറഞ്ഞായിരുന്നു രാജൻ പ്രതിരോധം തീർത്തത്. മന്ത്രിക്കെതിരെ സുനിൽകുമാർ ആരോപണം ഉന്നയിച്ച് പൊതുസമൂഹത്തിൽ റവന്യൂ മന്ത്രിയെ പ്രതിരോധത്തിലാക്കിയതിൽ രാജൻ പക്ഷം ക്ഷുഭിതരാണ്. ഈ സന്ദർഭത്തിലാണ് CPIയുടെ പരമ്പരാഗത സീറ്റായ പറവൂരിലെ സ്ഥാനാർത്ഥിയെപ്പറ്റി പാർട്ടി ആലോചിച്ചു തുടങ്ങിയത്. CPIയുടെ പല പ്രമുഖ നേതാക്കളും ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് പറവൂർ. എന്നാൽ കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി VD സതീശനെ തോൽപ്പിക്കാൻ ഒരു CPI നേതാവിനും കഴിഞ്ഞില്ല. പന്നിൻ രവീന്ദ്രനെയും പരേതനായ മുഖ്യമന്ത്രി PK വാസുദേവൻ നായരുടെ മകളെയും വരെ പരീക്ഷിച്ചു നോക്കിയിട്ടും VD സതീശന് ഭൂരിപക്ഷം കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ഈ സാഹചര്യത്തിലാണ് തൃശ്ശൂരിലെ ഏറ്റവും ശക്തനും ജനകീയനുമായ സുനിൽകുമാറിനെ സതീശനെതിരെ മത്സരിപ്പിക്കുന്നതിനെപ്പറ്റി നേതൃത്വം ആലോചിക്കുന്നത്. സുനിൽകുമാറിനെ ഒതുക്കാൻ രാജൻ പക്ഷം നടത്തുന്ന ബോധപൂർവമായ ശ്രമമാണെന്നാണ് സുനിൽ വിഭാഗം കരുതുന്നത്. കോൺഗ്രസിലെ K മുരളീധരന്റെ വേഷം എനിക്ക് CPIയിൽ വേണ്ടെന്നായിരുന്നു സുനിൽകുമാറിന്റെ മറുപടി. രാജൻ മത്സരിക്കട്ടെ എന്നാണ് സുനിൽകുമാർ പക്ഷം നിർദ്ദേശിക്കുന്നത്. എന്താണെങ്കിലും ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്ന കാര്യത്തിൽ ആർക്കും എതിർപ്പില്ല. അത് സുനിൽകുമാറോ രാജനോ വരും നാളുകളിൽ അത് വെളിപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. CPMന്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ നിർണായകമാകും. സുനിൽകുമാറിനെ സതീശനെതിരെ സ്ഥാനാർത്ഥിയാക്കാനാണ് CPMഉം ആഗ്രഹിക്കുന്നതെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.